പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ആണുങ്ങൾ ഷർട്ട് മാറ്റിയിട്ട് അതിന് പകരം ഉപയോഗിക്കുന്ന മേൽമുണ്ടില്ലേ, അങ്ങനത്തെ ഇവിടെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ഒരു ബേബി ഫ്രോക്ക് ചെയ്താലോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു മേൽമുണ്ട് എടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് 1.5 മീറ്ററോളം ലെങ്ത്ത് വരുന്നുണ്ട്. അതിനനുസരിച്ച് 1.5 മീറ്റർ ലൈനിങ്ങും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. മേൽമുണ്ടിന് വിഡ്ത്ത് കുറവാണ് കേട്ടോ. പിന്നെ മുമ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി വന്ന് ഇതുപോലത്തെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇത് യോക്ക് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് 11.5 ഇഞ്ച് വിഡ്ത്ത് അതുപോലെ 6.5 ഇഞ്ച് ലെങ്ത്തും ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ മേൽമുണ്ട് ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഈ സൈഡിൽ വരുന്ന കസവ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ആ ഒരു കസവ് നമുക്ക് ലാസ്റ്റ് സ്ലീവിലും ഫ്രോക്കിൻ്റെ താഴത്തൊക്കെ ആയിട്ട് കൊടുക്കുക. അതിന് വേണ്ടിയാണ് കട്ട് ചെയ്ത് മാറ്റിയത്. അതിന് ശേഷം ഇതുപോലെ കുറച്ച് ഭാഗം മാത്രം മടക്കി ഇട്ടിട്ട് ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി. ഇതിൻ്റെ വിഡ്ത്ത് 14 ഇഞ്ചും ലെങ്ത്ത് 12 ഇഞ്ചുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബാക്കി ഭാഗത്തുനിന്ന് ഫ്രോക്കിൻ്റെ ബോഡി പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടുന്ന് താഴത്തോട്ടേക്ക് ഞാനൊരു 12 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മടക്കി ഇട്ടതുകൊണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഓരോ പീസായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇതുപോലെ ഞാനൊന്ന് ലൈൻ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് ഞാനൊന്ന് കാണിച്ചു തരാം. വിഡ്ത്ത് ഇതിന് വരുന്നത് ഏകദേശം 27.5 ഇഞ്ചോളം വരുന്നുണ്ട്. അതുപോലെ ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് 12 ഇഞ്ചാണ്. അപ്പോൾ ഇത് ബോഡി പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. ഇനി ബാക്കി ഇതുപോലെ 2 പീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ഹാഫാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 13.5 ഇഞ്ചോളം വിഡ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പകുതി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് ഫ്രോക്കിൻ്റെ താഴത്തെ ഭാഗത്ത് ഫ്രിൽസ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ 2 പീസ് ആദ്യം എടുത്തിരുന്നില്ലേ, അത് ഇതുപോലെ ഒന്ന് 2ആയി മടക്കി ഇടുന്നുണ്ട്. അതുപോലെ അതേപോലെ തന്നെ ലൈനിങ് പീസും മടക്കി ഇടുന്നുണ്ട്. എന്നിട്ട് അത് ഒരുമിച്ച് വെച്ചിട്ട് നമുക്കതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, അത് മൂവ് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഷോൾഡർ 5 ഇഞ്ച്, ഹാഫ് ഷോൾഡറാണ് നമ്മൾ എടുക്കേണ്ടത്. അത് 5 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്തു. താഴത്തോട്ടേക്ക് ഞാൻ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. ഇത് ഒരു 2 മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയുടെ അളവിലാണ് ചെയ്യുന്നത്. ഇനി നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തോട്ടേക്ക് നെക്കിൻ്റെ ഇറക്കവും 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സ്ക്വയർ നെക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഈ മെയിൻ ക്ലോത്ത്, റെഡ് ക്ലോത്ത് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ലൈനിങ്ങിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. രണ്ടിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ നെക്കിൻ്റെ സൈഡും പിന്നെ 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 പീസിലും അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഈ മാർക്കിങ്ങിൽ കൂടിയും പിന്നെ ഈ 2 സൈഡിലും. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രോക്ക് കുറച്ച് ലൂസായി നിൽക്കുന്ന ടൈപ്പായിരിക്കും. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ ചെസ്റ്റും വേസ്റ്റും മെഷർമെൻ്റ് ഒന്നും മാർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, സ്റ്റിച്ചിൽ തട്ടാതെ. എന്നിട്ട് നമുക്കതൊന്ന് തിരിച്ചിടാം. ഫ്രണ്ട് പീസ് മാത്രം ഇതുപോലെ തിരിച്ചിട്ടാൽ മതി. ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ കിട്ടും. രണ്ടാമത്തെ പീസ് നമ്മൾ തിരിച്ചിടാതെ നമ്മൾ ആദ്യത്തെ
പീസ് തിരിച്ചിട്ടിരുന്നല്ലോ, അത് ഈ രണ്ടാമത്തെ പീസിൻ്റെ ഉള്ളിലേക്ക് ദാ ഇതുപോലെ ഇങ്ങനെ കയറ്റി വെക്കുക. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ, അതായത് ആ റെഡും റെഡും ഒരുമിച്ച് വരണം, അതുപോലെ വൈറ്റും വൈറ്റും ഒരുമിച്ച് വരണം. അതുപോലെ ആ രീതിയിൽ ഇങ്ങനെ വെക്കുക. രണ്ടാമത്തെ പീസ് തിരിച്ചിടാതെ ആദ്യത്തെ പീസ് രണ്ടാമത്തെ പീസിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെക്കുക. ഇതുപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കറക്റ്റാക്കി വെക്കണം കേട്ടോ, രണ്ട് സൈഡും. എന്നിട്ട് ഇത് ആ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പുറത്തും അതേപോലെ തന്നെ ചെയ്യാം. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ജോയിൻറ്റിൻ്റെ അവിടുത്തെ സ്റ്റിച്ചൊന്നും കാണില്ല, നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ ഇത് ആ ജോയിൻ്റ് ഒന്നും കാണാതെ അവിടെ നൂലും ഇതൊന്നും പൊങ്ങിക്കിടക്കാതെ നല്ല നീറ്റായിട്ട് കിട്ടും. കണ്ടില്ലേ? ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും. അതിന് ശേഷം നമുക്ക് ബോഡി പാർട്ട് ചെയ്യാം. അപ്പോൾ ബോഡി പാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ഈ ക്ലോത്ത് ഉണ്ടല്ലോ, ഇത് രണ്ട് പീസും ഇതുപോലെ രണ്ടായി ഒന്ന് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഈ കോർണറിലായിട്ട് ആം ഹോളിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ദാ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴത്തോട്ടേക്കും ഒരു 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് ഒരു കേർവ് ഷേപ്പിലൊന്ന് വരക്കാം. എന്നിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ ഈ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തില്ലേ, അതുപോലെ തന്നെ 2 പീസ് ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അപ്പം ദാ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് പീസിലും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ദാ ലൈനിങ്ങിൻ്റെ മേലെ ഞാൻ ഈ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തത് വെച്ചിട്ട് അതുപോലെ ലൈനിങ്ങിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ദാ 2 പീസ് ലൈനിങ്ങും അതുപോലെ 2 പീസ് മെയിൻ ക്ലോത്തും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിൽ ചുരുക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മേലത്തെ ഭാഗത്ത് നമ്മൾ മെഷീനിൽ ലോങ് സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സ്റ്റിച്ച് ഇതാ അതിൻ്റെ താഴത്തെ നൂല് പതുക്കെ ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ചുരുക്ക് കിട്ടും. ഇതേപോലെ നമ്മൾ 2 പീസ് മെയിൻ ക്ലോത്തും അതുപോലെ 2 പീസ് ലൈനിങ്ങും റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്തെ ലെങ്ത്തിന് കറക്റ്റായിട്ടായിരിക്കണം നമ്മൾ കൊടുത്ത ചുരുക്ക്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ട് അതിന് കറക്റ്റായിട്ട് നമുക്ക് ആ നൂല് വലിച്ചിട്ട് ചുരുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മെയിൻ ക്ലോത്ത് രണ്ടും അതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ്ങും അതേപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ അളവിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് മെയിൻ ക്ലോത്ത് ഇതുപോലെ വെക്കുക. അതിന് ശേഷം ബോഡി പാർട്ട് അതിൻ്റെ മേലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെക്കുക. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. എന്നിട്ട് അതാ നൂല് വലിച്ചിട്ട് കറക്റ്റാക്കി നമുക്ക് ആ ചുരുക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണേ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ഇതുപോലെ വെച്ചതിന് ശേഷം ഇനി ലൈനിങ് എടുക്കുക. എന്നിട്ട് ആ ലൈനിങ് ഇതിൻ്റെ മേലെ ഇതേപോലെ വെക്കുക. അപ്പോൾ മൂന്നിൻ്റെയും ആ ഒരു ഭാഗത്തുള്ള ലെങ്ത്ത് ഈക്വൽ ആയിരിക്കണം. അതുപോലെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് അതൊന്ന് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളിത് വെക്കുമ്പോൾ മാറിപ്പോകരുത്. ആദ്യം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം, പിന്നെ ബോഡി പാർട്ടിൻ്റെ നല്ല വശം, പിന്നെ ലൈനിങ്ങിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഇതാ ഞാൻ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിൻ ചെയ്തെടുത്തിട്ട് ആ ഭാഗത്തേക്കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഒന്ന് കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ ആ ജോയിൻ ചെയ്തില്ലേ, ഈ ജോയിൻ്റ് വരുന്ന ഭാഗമൊന്നും ഇത് തിരിച്ചിടുമ്പം കാണൂല. ആ ഒരു ഭാഗത്തും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതിനു വേണ്ടിയാണ് ഇതുപോലെ താഴെ മെയിൻ ക്ലോത്ത്, പിന്നെ ബോഡി പാർട്ട്, പിന്നെ ലൈനിങ് അങ്ങനെ വെച്ച് ചെയ്തത്. കണ്ടില്ലേ? ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇത് തിരിച്ചിടുമ്പം കണ്ട ഉള്ളിൽ ആ സ്റ്റിച്ചൊന്നും കാണാതെ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ മറ്റേ സൈഡും ചെയ്ത് കൊടുക്കണം, ബാക്ക് പാർട്ടും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാക്ക് പാർട്ടിലും ഫ്രണ്ടിൽ ചെയ്ത അതേപോലെ തന്നെ ഇതുപോലെ വെച്ചിട്ട് ആ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് വീണ്ടും കാണിക്കണ്ടല്ലോ. അപ്പം ഞാൻ ആ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ കിട്ടും.
അപ്പം ഞാൻ പറഞ്ഞ ആ ട്രിക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗത്തും ഷോൾഡർ ജോയിൻ്റ് അവിടെയൊന്നും ആ സ്റ്റിച്ചൊന്നും കാണൂല ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഇനി നമുക്കിതിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗം മാത്രം താഴത്തെ പാർട്ടിൽ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ഇഞ്ച് പിന്നെ വീണ്ടും ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് ഞാൻ ലൈനിങ്ങിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം നമ്മളൊന്ന് അളന്ന് നോക്കുക. അപ്പോൾ ഞാൻ അളക്കുമ്പോൾ എനിക്ക് 8.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തെടുത്ത ഈ പീസിൻ്റെ വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 14 ഇഞ്ചും ലെങ്ത്ത് 12 ഇഞ്ചുമാണ്. ഇനി ഇതാ വിഡ്ത്ത് വൈസ് ഒന്ന് മടക്കുക, പിന്നെ ലെങ്ത്ത് വൈസ് മടക്കുക വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ. എന്നിട്ട് ഈ മടക്ക് വശത്തുനിന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പം അതാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. എന്നിട്ട് ആ ഈ കർവ് ഷേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ ദാ ഈ കർവ് വരുന്ന ഭാഗം അളന്ന് നോക്കിയാൽ നമുക്ക് 8.5 തന്നെയാണ് കിട്ടുക. ഇനി ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ദാ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. നമുക്കത് സെൻറ്ററിലേക്കൂടി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2 സ്ലീവിനും വേണ്ടതാവും. ഇനി സ്ലീവിൻ്റെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഇതാ ക്ലോത്ത് ഇതേപോലെ മടക്കിയിട്ടിട്ട് സ്ലീവ് അതിൻ്റെ മേലെ വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതാ ലൈനിങ്ങിൻ്റെ നല്ല വശത്ത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക. ഇതേപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ച ആ മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് ആ മുകളിലത്തെ ഭാഗവും നമുക്ക് ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. 2 സ്ലീവും അതുപോലെ ഞാൻ തിരിച്ചിടുന്നുണ്ട്. അതിന് ശേഷം ഈ മുകളിലത്തെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അത് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പീസസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു കസവ് ഉണ്ടല്ലോ, അതിൻ്റെ 2 സൈഡിലും ആ വൈറ്റ് പോർഷൻ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സ്ലീവിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വൈറ്റ് വരുന്ന ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഈ കസവ് ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്ക് സ്ലീവിൻ്റെ എൻഡിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി ഇവിടെ ചെറിയ പഫ് സ്ലീവാണ് വേണ്ടതെങ്കിൽ ഞാൻ ഇതിന് തൊട്ട് മുമ്പൊരു ബേബി ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇതേപോലെ വരുന്ന ഒരു പഫ് സ്ലീവ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാലും മനസ്സിലാവും എങ്ങനെയാണ് പഫ് സ്ലീവ് വെക്കുക എന്നുള്ളത്. ഇനി ഞാൻ ഈ ഒരു കസവ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സ്ലീവിലും ഇതേപോലെ ഈ കസവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്ലീവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രോക്ക് നിവർത്തി വെച്ചിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഷോൾഡർ ജോയിൻ ചെയ്തില്ലേ, ആ ഒരു ഭാഗത്ത് സെൻറ്റർ വെച്ചിട്ട് ഇതേപോലെ 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതേപോലെ നടുക്കത്തെ ഭാഗം ഷോൾഡർ ജോയിൻ ചെയ്ത് അവിടെ വെക്കുക. എന്നിട്ട് 2 സൈഡിലേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ 2 സ്ലീവ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രോക്കിൻ്റെ താഴത്തെ ഭാഗത്ത് ഞാനൊരു ചെറിയ ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബാക്കി ഭാഗം ഉണ്ടല്ലോ, അതിൽ കസവ് വരുന്ന ഭാഗത്തിൻ്റെ 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ച മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ പീസും അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ലെങ്ത്തിൽ ക്ലോത്ത് കിട്ടും. എന്നിട്ട് കസവ് വരുന്ന ക്ലോത്തിൻ്റെ താഴത്തെ ഭാഗം ഞാനൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ മറ്റേ പീസിലും താഴത്തെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഇത് ഒന്ന് മടക്കി ഇട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ 27 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡബിൾ ലെങ്ത്തിൽ നമുക്കത് കിട്ടും.
ഇനി നമ്മൾ നേരത്തെ ടോപ്പ് പാർട്ട് ചെയ്ത അതേപോലെ ഇതിൽ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ചെറിയ ചെറിയ ചുരുക്കിട്ടെടുക്കാം. കസവുള്ള പീസ് ഞാൻ ഫ്രണ്ടിലും മറ്റേ പീസ് ബാക്കിലുമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതാ ഇതുപോലെ ഞാൻ ഇതിൽ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലോങ് സ്റ്റിച്ചിൽ താഴത്തെ നൂല് വലിച്ചിട്ട് നമുക്കിതുപോലെ നേരത്തെ ചെയ്തില്ലേ അതേപോലെ തന്നെ ചുരുക്കിട്ട് കൊടുക്കാം. ഇത് 2 പീസിൽ ഞാൻ ചുരുക്കിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബോഡി പാർട്ടിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്ത ഫ്രോക്കിൻ്റെ ലൈനിങ് ഭാഗം മാറ്റിയിട്ട് ഞാൻ ബാക്ക് പോർഷനിലാണ് ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കസവില്ലാത്ത നമ്മൾ റെഡിയാക്കിയ ചുരുക്ക് ഇതേപോലെ വെച്ചിട്ട് താഴത്തെ ഫ്രോക്കിൻ്റെ ലെങ്ത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ചുരുക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ചുരുക്കിൻ്റെ ആ നൂല് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് കറക്റ്റാക്കി അഡ്ജസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്തിട്ടാണ് ഇതുപോലെ വെക്കേണ്ടത്. അതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്രോക്കിൽ താഴെ വരുന്ന ചുരുക്കിൽ ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ബാക്ക് പീസിൽ ഞാൻ ആ ചുരുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിനി ഫ്രണ്ട് പീസിൽ ആ കസവ് വരുന്ന ചുരുക്കുണ്ടല്ലോ അതും വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ഈ ഒരു കസവ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ ചുരുക്കിട്ട ഭാഗത്തായിട്ട് ഇതുപോലെ അതിൻ്റെ ആ വൈറ്റ് പീസ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ ചുരുക്കിട്ട് കൊടുത്ത ആ ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കസവിൻ്റെ 2 സൈഡും ഞാൻ ഉള്ളിലേക്ക് മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഫ്രോക്കിൻ്റെ ആ ചുരുക്കുള്ള ഭാഗത്ത് ഫ്രണ്ടിലും ബാക്കിലും ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കസവ് ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്ലീവ് ചെയ്യുമ്പോൾ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ 2 സൈഡ് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ കസവ് ലേസ് ഞാൻ ഫ്രണ്ടിലും ബാക്കിലും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രോക്ക് ഒന്ന് 2 സൈഡും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ രണ്ടിൻ്റെയും മെയിൻ ക്ലോത്ത് രണ്ടും ഒരു സൈഡിലേക്ക് നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. അതുപോലെ ലൈനിങ്ങിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ. എന്നിട്ട് സൈഡ് കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം 2 സൈഡും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 സൈഡിലും ഞാൻ അരയിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കൂടി ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് 2 സൈഡിലും. അതേപോലെ ചെയ്തിട്ട് ആ വരച്ച ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മൾ ഫ്രോക്ക് റെഡിയായി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇട്ട് കഴിയുമ്പം ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം.